നമ്മളിൽ ചിലരെങ്കിലും ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ഉണ്ടാവുന്നത് പലർക്കും പല കാരണങ്ങൾ മൂലമാവാം. അലർജിയുടെ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ശ്വാസനാളിയിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആസ്മ എന്ന അവസ്ഥ ഉണ്ടാവുന്നത്. മെയ് 6 ലോക ആസ്മ ദിനം. ഇന്ന് ബേബി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ നമ്മളെ പ്രവീൺ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആസ്മയുടെ സിംറ്റംസിനെ കുറിച്ചും അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ചും ഇൻഹേലർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ രംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന ഡിപ്ലോമ കോഴ്സസിനെ കുറിച്ച് പോലും സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഹായ്, നമസ്കാരം സാർ. ഇന്ന് നമ്മളെ വേൾഡ് ആസ്മ ഡേ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് സാറിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? മെസ്സേജ് വെച്ചാൽ വേൾഡ് ആസ്മ ഡേ ആണ്. ഇത് എല്ലാ വർഷവും മെയ് 1 ചൊവ്വാഴ്ചയാണ് ആചരിക്കുന്നത്. വേൾഡ് ആസ്മയുടെ ബോഡി ജിന, ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് ആസ്മ എന്നുള്ള ഒരു ബോഡിയാണ് ഇത് കണ്ടെത്തിയത്. എല്ലാ വർഷവും ആസ്മയുടെ തീവ്രത അളക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യുക. സ്പൈറോമെട്രി എന്ന ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സെവിയറിറ്റി അനുസരിച്ചിട്ട് ഇൻഹേലർ തെറാപ്പി എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ തീം വരുന്നത്. അപ്പോൾ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇൻഹേലർ രൂപത്തിൽ ലോ ഡോസിൽ മരുന്നുകൾ കഴിക്കുക. അതാണ് നമുക്ക് ഇക്കൊല്ലം പറയാനുള്ളത്. ഇൻഹേലർ തന്നെ നമ്മളത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കൊടുത്താൽ മാത്രം പോരാ, അത് ഉപയോഗിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ആസ്മ നല്ല കൺട്രോൾ ചെയ്ത് നിൽക്കുകയുള്ളൂ. പിന്നെ ആസ്മ ട്രിഗർ ആവുന്ന, അത് ആസ്മ കൂടുതലുണ്ടാവുന്ന കാര്യങ്ങളുണ്ട്. ഇൻഫെക്ഷൻ വരാം. അതൊക്കെ നമ്മൾ കണ്ടെത്തി അതിൻ്റെ ചികിത്സയും കൂടി കൊടുക്കണം. ഞാൻ സിവിയറായിട്ട് ആസ്മ അനുഭവിക്കുന്ന ഒരാളാണ്. ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും പറയും അത് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ യൂസ് ചെയ്യാതെ ഒരു ഹാബിറ്റായി പോവും, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, ടാബ്ലറ്റാണ് ബെറ്റർ എന്ന് പറയും. ശരിക്കും സാറ് അതിൻ്റെ സത്യസന്ധമായി എന്താണത് എന്ന് ആളുകൾക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? അത് വെച്ചാൽ നമ്മൾ ഗുളികകളൊക്കെ മില്ലിഗ്രാം രൂപത്തിലാണ് നമ്മൾ കഴിച്ച് അന്നനാളത്ത് പോയി രക്തത്തിൽ കലർന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ട് ഒരു ചെറിയൊരു ഇത് മാത്രമേ ശ്വാസകോശത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വരും. നമ്മൾ ഇൻഹേലർ രൂപത്തിലുള്ള മൈക്രോഗ്രാമിലാണ്, ചെറിയ ഡോസിലാണ്. അത് ശ്വാസകോശത്ത് നേരിട്ട് പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ബാക്കിയുള്ളതൊക്കെ പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് സൈഡ് എഫക്റ്റ് കുറവാണ്, പിന്നെ ഡോസും ഭയങ്കര കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഹേലറാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ആസ്മ കണ്ടുപിടിച്ച് അതിൻ്റെ തീവ്രത അളന്നതിന് ശേഷം കൃത്യമായ ഇതിൽ മരുന്ന് കൺട്രോൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആസ്മ നല്ല കൺട്രോൾ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതാണ് പറയാനുള്ളത്. പിന്നെ റിസ്ക് ആയിട്ടുള്ള ഫാക്ടറൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം. സോ ഇത് ഡിപ്ലോമ കോഴ്സോ അങ്ങനെ ബാച്ചിലേഴ്സ് പ്രോഗ്രാമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ കോഴ്സ് ഏതായിരിക്കും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ പൾമണറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പി എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. റെസ്പിറേറ്ററി ടെക്നീഷ്യൻ്റെ കോഴ്സാണ്. അവർ ഈ സ്പൈറോമെട്രി ചെയ്യുന്ന കാര്യം, ഫിസിയോതെറാപ്പി ചെയ്യുന്ന, റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി ചെയ്യുന്ന കാര്യം, അങ്ങനെയൊക്കെ ചെയ്യുന്നത് റെസ്പിറേറ്ററി തെറാപ്പി എന്നുള്ള ഒരു കോഴ്സാണ്. വളരെ നല്ലൊരു കോഴ്സാണ്. താങ്ക് യു സർ. അപ്പം നമുക്ക് ഏതായാലും ഒരു ഇത്രയും സമയം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്ത് തന്ന ബേബി ഹോസ്പിറ്റലിൻ്റെ പേരിൽ സ്റ്റാഫ്, നമ്മൾ ബേബി ഹോസ്പിറ്റലിൻ്റെ ടീമല്ലേ വരുന്നത്? അതെ അതെ. പിന്നെ സിപ്ല കമ്പനീൻ്റെ ടീമൊക്കെ ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊടുത്തതിൽ